ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ ശരത് കുമാർ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പുതിയ ഗിയേഴ്സിൻ്റെ ട്യൂട്ടോറിയലിൽ നമ്മൾ നോക്കുവാൻ വേണ്ടി പോകുന്നത് കാനോൺ R5നെയും R6നെയും കുറിച്ചാണ്. നിങ്ങൾ ഒരു കാനോൺ R5 അല്ലെങ്കിൽ R6 വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജനറലായിട്ട് കാനോൺ ക്യാമറയെ അല്ലെങ്കിൽ DSLR ക്യാമറകളെക്കുറിച്ച് ടെക്നോളജികളെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് എല്ലാവർക്കും ഇതുവരെയുള്ള R5ൻ്റെ അല്ലെങ്കിൽ R6ൻ്റെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അറിയാവുന്നതാണ്, നല്ല സൂപ്പറായിട്ടുള്ള ഇമേജുകളാണ് ഈ R5യിലൂടെയും R6യിലൂടെയും നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ക്യാമറകളിലും പ്രത്യേകിച്ച് R5ൽ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റെസൊല്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ക്യാമറകളിലും നല്ല കളർ റെൻഡറിങ് ഉണ്ട്. അതുപോലെ തന്നെ കളർ റെൻഡറിങ്ങിലായാലും അതുപോലെ തന്നെ IBSലായാലും ഫോക്കസിങ് സിസ്റ്റത്തിലായാലും ഈ രണ്ട് ക്യാമറകളും വളരെ മികച്ച പെർഫോമൻസ് കാണിക്കുന്ന ക്യാമറകളാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ക്യാമറയിൽ 4K ഹൈ ഫ്രെയിം റേറ്റിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില ഹീറ്റിംഗ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതിന് കാനോൺ ചില ഫേംവെയറുകളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ല ഫേംവെയറുകൾ വരുവാൻ സാധ്യതയുണ്ട് ഇത് കൂടുതലായി ഫിക്സ് ചെയ്യുന്ന രീതിയിൽ. അതുപോലെ തന്നെ 8Kയിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ചെറിയ ഹീറ്റ് പ്രശ്നം ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ക്യാമറ നമ്മൾക്ക് ഇതുവരെ ലഭിച്ചതിൽ വെച്ചുകൊണ്ട് മറ്റുള്ള ബ്രാൻഡുകളിലായി കമ്പയർ ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന ക്യാമറകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ക്യാമറകൾ തന്നെയാണ് R5ഉം R6ഉം. ഇനി നമ്മൾക്ക് ഈ R5നെയും R6നെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ R5നും R6നും റെസൊല്യൂഷനിൽ കുറച്ച് മാറ്റങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില ഫീച്ചേഴ്സിൽ കുറച്ച് മാറ്റങ്ങളുണ്ട് എന്നതൊഴിച്ച് കഴിഞ്ഞാൽ മറ്റ് ഒട്ടുമിക്ക കാര്യങ്ങളിലും ഈ രണ്ട് ക്യാമറകളും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ ക്യാമറ ട്യൂട്ടോറിയൽ സീരീസിലൂടെ ഞാൻ മെയിനായി ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന് നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിനോട് എനിക്കൊരു പ്രത്യേക താല്പര്യമാണ്. കാരണം അവർ നേച്ചറിനെ അതായത് പ്രകൃതിയുടെ ഒരു വാരിയേഴ്സ് ആയിട്ടാണ്, പ്രകൃതിയെ സംരക്ഷിക്കുന്ന ആളുകളായിട്ടാണ് നമ്മളുടെ ഒട്ടുമിക്ക എല്ലാം വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ബേർഡ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ബേർഡ് വാച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എൻവയറമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി അവർ വലിയൊരു പങ്ക് മെസ്സേജ് ഫോട്ടോയിലൂടെ തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ബിഗിനേഴ്സായിട്ട് വരുന്ന ഫോട്ടോഗ്രാഫിയിൽ ബിഗിനറായിട്ട് വരുന്ന ആളുകളും അതുപോലെ എൻട്രി ലെവൽ ക്യാമറകളിൽ നിന്നും പ്രൊഫഷണൽ ക്യാമറകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ഈ സീരീസ് വളരെ ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെയാണ് കാനോൺ RP ഉപയോഗിക്കുന്നവരാണെങ്കിലും അതുപോലെ കാനോൺ 5D Mark IV ഉപയോഗിക്കുന്നവരാണെങ്കിലും ഒരു അപ്ഗ്രേഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന നല്ല പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന നല്ല ഒരു ക്യാമറ തന്നെയാണ്. ഈ രണ്ട് ക്യാമറയിൽ ഏതെടുത്താലും റെസൊല്യൂഷൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ R5 എടുക്കുന്നതായിരിക്കും. അല്പം കൂടി പൈസ കൂട്ടി വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ R5 എടുക്കുന്നതായിരിക്കും വളരെ നല്ലത്. നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലും ഈ ക്യാമറകൾ കൊണ്ട് നിരാശരാകുകയില്ല. അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറയുടെ കൂടെ വരുന്ന ഈ തടിച്ച 1000 പേജൊക്കെയുള്ള ബുക്ക് വായിച്ചു കൊണ്ട് നമുക്ക് ഈ ക്യാമറയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നത് ചിലർക്ക് പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ ഒട്ടുമിക്ക ആളുകൾക്കും അത് സാധ്യമല്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്കും ഈ ട്യൂട്ടോറിയൽ സീരീസ് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ ക്യാമറയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. നമ്മൾക്ക് ഇതിവിടെ കാണുന്ന ഈ ചെറിയ ബട്ടൺ വരുന്നത് ഇതിനെ പറയുന്നതാണ് നമ്മൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് പ്രിവ്യൂ ബട്ടൺ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറയിലെ ആപ്പർച്ചർ ബ്ലേഡിനെ താഴേക്കാക്കിക്കൊണ്ട് നമ്മൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ പ്രിവ്യൂ നമ്മൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ കാണിച്ചു തരുന്നതാണ്. പിന്നീട് നമ്മൾക്ക് ഇവിടെ വരുന്നതാണ് നമ്മളുടെ ഇൻഫ്രാറെഡ് റിമോട്ട് സെൻസറാണ് ഈ കാണുന്നത്.
ഇവിടെ കാണുന്നതാണ് ഇത് നമ്മൾ LED പോലെ ചെറുതായിട്ട് കാണുന്നതാണ് നമ്മളുടെ ലോ ലൈറ്റ് ഓട്ടോ ഫോക്കസ് നമ്മളെ ക്യാമറയെ ഫോക്കസ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ചെറിയ ലൈറ്റ് പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ ക്യാമറയുടെ ഡിഫോൾട്ട് സെറ്റിങ്സിലൊക്കെ ഇത് ഓൺ ആയിട്ടുള്ള രീതിയിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുകളും ക്യാമറയിൽ അവൈലബിൾ ആണ്. പിന്നീട് നമ്മൾക്ക് ഇവിടെ വരുന്നതാണ് നമ്മളുടെ ക്യാമറയുടെ മൈക്രോഫോൺ. പിന്നീട് നമ്മൾക്ക് ഇവിടെ വരുന്നതാണ് ഈ റബ്ബറിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് നമ്മളുടെ റിമോട്ട് ടെർമിനൽ എന്ന് പറഞ്ഞത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിമോട്ട് കൺട്രോൾ കേബിൾ നമ്മൾക്ക് ഇതിൽ കണക്ട് ചെയ്യുവാനാണ്. നമ്മൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെർമിനലാണത്. ഇനി ഈ കാണുന്നതാണ് നമ്മുടെ ലെൻസ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്. ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ ചെറുതായിട്ട് ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗം നമ്മളുടെ ഇവിടേക്കായി വന്നു കഴിഞ്ഞാൽ ഇത് തുറക്കുന്നതാണ്. അത് ഇവിടേക്ക് വരുന്ന ഈ ഭാഗത്തിന് ഞാനിപ്പോൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അവിടെ ഒരു റെഡ് കളറായിട്ട് ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റെഡ് ഡോട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് RF ലെൻസുകൾ മൗണ്ട് ചെയ്യുമ്പോൾ ഇതായിട്ട് നമ്മളുടെ ലെൻസിൽ ഒരു അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാർക്കുണ്ടായിരിക്കും. ആ മാർക്കിൽ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ലെൻസ് ഇതിൽ പിടിപ്പിക്കുവാൻ പറ്റുക. ഇനി നമ്മൾക്ക് ഇവിടെ ഉള്ളിൽ കാണാവുന്നതാണ് നമ്മളുടെ ഷട്ടർ ബ്ലേഡ്സ്. അത് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ താഴേക്ക് വരുന്നതാണ് നമ്മൾ ഷട്ടർ ബ്ലേഡ്സ് വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മളുടെ സെൻസറിനെ പൊടി പിടിക്കാതിരിക്കുവാൻ വേണ്ടി പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ഷട്ടർ ബ്ലേഡ്സ് താഴേക്ക് വരുന്നത്. അത് ഈ ക്യാമറയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾക്ക് ഈ ക്യാമറയിലെ കൂടി നമ്മൾ മേടിക്കുമ്പോൾ വരുന്ന കിറ്റ് ലെൻസായിട്ട് വരുന്ന ഒരു ലെൻസാണ് നമ്മൾക്ക് ഈ 24 മുതൽ 105 വരെ ഉള്ള ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരുവിധം ഷാർപ്പ്നെസ് ഉള്ള നല്ലൊരു ലെൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ RF ലെൻസിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ നമ്മൾക്ക് ഒരു റെഡ് മാർക്കുണ്ട്. ആ റെഡ് മാർക്ക് ഇതിനോട് മാച്ചായിട്ട് വരുന്ന രീതിയിൽ നമ്മൾക്ക് ലെൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് തിരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ വരെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ക്ലിക്ക് സൗണ്ട് കേൾക്കുന്നതായിരിക്കും. അതിൻ്റെ അർത്ഥം ക്യാമറയിൽ ലെൻസ് കറക്റ്റായി ലോക്കായി എന്നുള്ളതാണ്. നമ്മൾ ആ ക്ലിക്ക് മാർക്ക് കേൾക്കുന്നത് വരെ, ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നത് വരെ നമ്മൾ തിരിക്കേണ്ടതാണ്. ഇനി നമ്മളുടെ അടുത്തായിട്ട് വരുന്ന ഒരു ബട്ടനാണ് ഇവിടെ ഒരു ലെൻസ് റിലീസ് ബട്ടൺ. ഈ കാണുന്നതാണ് ലെൻസ് റിലീസ് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ലെൻസ് ക്യാമറയിൽ നിന്ന് ഊരണമെങ്കിൽ ഈ ലെൻസ് റിലീസ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തേക്ക് നമ്മൾ ലെൻസിനെ തിരിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ലെൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഏത് ക്യാമറയിൽ നിന്നായാലും ലെൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ക്യാമറയുടെ സെൻസറിൻ്റെ ഉള്ളിലേക്ക് ലെൻസ് ഊരി കഴിയുമ്പോൾ സെൻസറിൻ്റെ ഉള്ളിലേക്ക് പൊടികൾ കയറി ചെല്ലുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പൊടിക്കാറ്റൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ഈ ലെൻസിനെ ക്യാമറയിൽ നിന്നും ഊരിയെടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലെൻസ് ക്യാപ്പ് ഊരിയ രീതിയിലാണ് ഇതിരിക്കുന്നത്. ഇതിന് മുന്നിൽ ഒരു ലെൻസ് ക്യാപ്പ് ഉണ്ട്. ആ ലെൻസ് ക്യാപ്പിൽ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എത്രയാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെയൊക്കെ ആണെങ്കിൽ 77 ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ലെൻസ് ക്യാപ്പിനും ഓരോ സൈസ് ഉണ്ട്. ഇനി നമ്മൾ അഡ്വാൻസ്ഡ് ആയി ഫോട്ടോകളൊക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ചില ഫിൽറ്ററുകളെല്ലാം ഫിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എത്രയാണ് അതിൻ്റെ മൗണ്ടിൻ്റെ സൈസ് വരുന്നത് എന്നുള്ളത് നമ്മളുടെ ഓരോ ലെൻസിൻ്റെയും മൗണ്ടിൻ്റെ സൈസ് എത്രയാണെന്ന്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 77, അതുപോലെ എത്രയാണെന്നുള്ളത് നമ്മുടെ ലെൻസ് ക്യാപ്പിൻ്റെ പുറകിൽ നോക്കി നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ഫിൽറ്ററുകൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ മേടിക്കുവാൻ വേണ്ടി.
ഇനി നമ്മളുടെ ക്യാമറയുടെ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ലെൻസിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്നതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ഓട്ടോ ഫോക്കസ് അല്ലെങ്കിൽ മാനുവൽ ഫോക്കസ് ഒരു സ്വിച്ച്. അപ്പോൾ ഇത് ഇങ്ങോട്ട് തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോ ഫോക്കസിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അത് നമ്മൾ ഇപ്പുറത്തേക്ക് തട്ടി കഴിഞ്ഞാൽ അത് മാനുവൽ ഫോക്കസിലാവും. ഇനി അടുത്തായിട്ട് നമ്മൾക്ക് വരുന്ന സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലെൻസിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓൺ ചെയ്യണമോ അതുപോലെ തന്നെ ഓഫ് ചെയ്യണമോ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ഈ സ്വിച്ച് ഇപ്പോൾ കിടക്കുന്നത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ലെൻസിൻ്റെ ഓൺ ആയിട്ടാണ്. നമ്മൾക്ക് ഇപ്പുറത്തേക്ക് തട്ടി കഴിഞ്ഞാൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഓഫായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്യാമറയിൽ നമുക്ക് രണ്ട് തരം ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് വരുന്നത്. ഒന്ന് വരുന്നത് ലെൻസിൽ ഉള്ള ഇമേജ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറയിൽ IBIS ഉണ്ട്, അതായത് ഇൻ ബോഡി ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ള ഒരു ക്യാമറയാണ് നമ്മളുടെ ക്യാമറ. അപ്പോൾ ഇത് രണ്ടാണെങ്കിലും നമ്മളുടെ ക്യാമറ ഈ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള ലെൻസ് നമ്മളുടെ ക്യാമറയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും IBISഉം ഒരുപോലെ ആയിട്ടാണ് നമ്മളുടെ ക്യാമറ കാണുകയും അതിനെ പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തരുവാനാണ് നമ്മളുടെ ക്യാമറ ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇമേജ് സ്റ്റെബിലൈസേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ഈ സ്വിച്ച് ഇപ്പുറത്തേക്ക് തട്ടുകയാണെങ്കിൽ ക്യാമറ ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും നമ്മൾ ഓഫാക്കി തരും. അതുപോലെ തന്നെ നമ്മളുടെ ക്യാമറയുടെ ബോഡിയിലുള്ള IBISഉം ക്യാമറ ഓഫാക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ട് സ്റ്റെബിലൈസേഷനും ക്യാമറ ഒരുമിച്ച് ഓഫാക്കുന്നതായിരിക്കും നമ്മൾ ബൈ ഡിഫോൾട്ടായിട്ട് ഇത് ഓഫിലിട്ട് കഴിഞ്ഞാൽ. ഇനി നമ്മളുടെ ക്യാമറയുടെ ഈ സൈഡിലുള്ള ചില പോർട്ടുകൾ നോക്കാം. ഇതിലായി ഇവിടെയായിട്ട് നമ്മൾക്ക് വരുന്നതാണ് നമ്മളുടെ മൈക്ക് ഇൻസെർട്ട് ചെയ്യുവാൻ, അതായത് നമ്മൾ എക്സ്റ്റേണലായിട്ട് മൈക്ക് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജാക്ക് ഇൻസെർട്ട് ചെയ്യുവാനുള്ള ഹോളാണ് ഇവിടെ വരുന്നത്. പിന്നീട് നമ്മൾക്ക് വരുന്നതാണ് ഹെഡ്ഫോൺ ജാക്ക്. നമ്മൾക്ക് ആ ഓഡിയോ മോണിറ്റർ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓഡിയോയും നമ്മൾക്ക് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇതിലൊരു ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾക്ക് മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് വരുന്നതാണ് നമ്മളുടെ PC സിങ്ക് ടെർമിനൽ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സ്റ്റുഡിയോ സ്ട്രോബുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഈ കാസ്കറ്റിൻ്റെ താഴെയായിട്ട് വരുന്നതാണ് നമ്മളുടെ USB പോർട്ട്. പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾക്ക് വരുന്നതാണ് HDMI ഔട്ട്. ഈ പോർട്ട് നമ്മളുടെ ക്യാമറയിൽ നിന്നും ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ സിഗ്നലുകൾ പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾക്ക് ഇവിടെയുള്ള ഒരു ചെറിയ സ്ക്രൂ ചെയ്യാവുന്ന രീതിയിലുള്ളതാണ് നമ്മളുടെ കേബിൾ ഹോൾഡർ എന്ന് പറയുന്നത്. നമ്മൾക്ക് ഈ ക്യാമറയിൽ ബാറ്ററി ചാർജ് ചെയ്യുവാനുള്ള ഇൻബിൽട്ടായി നമ്മൾക്ക് ചാർജ് ചെയ്യുവാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മൾ ഗ്രിപ്പിൽ 2 ബാറ്ററി ഉണ്ടെങ്കിൽ ആ 2 ബാറ്ററിയും നമ്മൾക്ക് ചാർജ് ചെയ്യുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് കാനോൺ റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മളുടെ ക്യാമറയെ ഓഫ് ചെയ്തിട്ട് ചാർജ് ചെയ്യുവാനാണ് കാനോൺ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഒരു പവർ അഡാപ്റ്ററൊക്കെ മേടിക്കുവാൻ കിട്ടും. അത് നമ്മൾക്ക് ക്യാമറയുടെയും ബാറ്ററി പോർട്ടിലേക്ക് നമ്മൾക്ക് പ്ലഗ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ കറണ്ടിൽ കുത്തിക്കൊണ്ട് തന്നെ നമ്മൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ബാറ്ററി പവർ ക്യാമറയിലേക്ക് കൊടുക്കുവാനുള്ള കഴിയുന്ന അഡാപ്റ്ററുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്.